ഒരാൾ പഠിപ്പ് കഴിഞ്ഞുകൊണ്ട് മാത്രം അയാളൊരു പ്രൊഫഷണൽ ആവില്ല. അയാൾക്ക് പഠിപ്പ് കഴിഞ്ഞിട്ട് നല്ലൊരു ബോസിൻ്റെ ഒപ്പം കിട്ടണം, നല്ല ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു കമ്പനിയിൽ ജോലി ചെയ്യുക. ഇത് ഭാഗ്യത്തിന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ കഴിവുള്ള ആൾക്കാരൊപ്പം വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കഴിവുള്ള ഒരു നല്ലൊരു ഡിസിപ്ലിനും ഓർഗനൈസേഷനുള്ള നല്ലൊരു കമ്പനി വർക്ക് ചെയ്യുമ്പോൾ ആണ് നമ്മൾ നന്നാവുള്ളൂ. ഇപ്പോൾ യൂഷ്വലി ഇപ്പോൾ ഇവിടുത്തെ ഒരു സിവിലിയനാണ് ട്രെയിനിങ് കിട്ടിയിട്ട് ഒരു കമാൻഡോ ആയി മാറുന്നത്. സോ എന്തുകൊണ്ട് അയാൾ അവിടെ എത്തി? അയാൾക്ക് ആ റേഞ്ചിലുള്ള ട്രെയിനിങ് കിട്ടിയതുകൊണ്ട്. എൻ്റെ ഭാഗ്യം കൊണ്ട് ലോകത്ത് കഴിവുള്ള ആർക്കിടെക്ട്സിൻ്റെ ഒപ്പം എൻജിനീയേഴ്സിൻ്റെ ഒപ്പം ബിഗ് ലാൻഡ് മാർക്കിംഗ് പ്രൊജക്ട്സിലൊക്കെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ ട്രെയിൻഡ് ആയത്. അതിൻ്റെ താഴെ ഇനി ഒരിക്കലും ഞാൻ വിചാരിച്ചാൽ പോലും എനിക്ക് പോകാൻ സാധിക്കില്ല. ബിക്കോസ് ഈ എൻജിനീയറിംഗ് എനിക്കൊരു പാഷൻ ആയതുകൊണ്ട്. സോ ഞാൻ അതാണ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഐ നോ ഹൗ ടു സ്റ്റാർട്ട് ഇറ്റ്, ഹൗ ടു ഡു ഇറ്റ്, വി നോ എവറിത്തിങ്. എക്സാക്ട്ലി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത്, ഒരു പ്രൊജക്റ്റ് എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇതൊക്കെ ഇതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ ഞാനും പഠിപ്പ് കഴിഞ്ഞ് ഇവിടെ തന്നെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ഇക്കാരം. സോ ഇവർക്ക് ആ രീതിയിൽ ട്രെയിനിങ് കിട്ടാത്തതുകൊണ്ട് സംഭവിച്ചാണ്. ഐ ആം ഡൂയിങ് ബിക്കോസ് ഐ ട്രെയിൻഡ് വെരി വെൽ.